ലോഗോസ് ക്വിസ് 2025 പഠനഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 13 മാതൃകാ ചോദ്യപേപ്പർ. ചോദ്യം 1. ആരുടെ ജനനത്തെക്കുറിച്ചാണ് 13-ാം അധ്യായത്തിൽ പറയുന്നത്? ഓപ്ഷൻ എ സാംസൺ, ഓപ്ഷൻ ബി മനോവ, ഓപ്ഷൻ സി മനോവയുടെ ഭാര്യ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ശരിയുത്തരം ഓപ്ഷൻ എ സാംസൺ. ചോദ്യം 2. തന്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഓപ്ഷൻ എ അമോന്യരുടെ, ഓപ്ഷൻ ബി അമോര്യരുടെ, ഓപ്ഷൻ സി ഫിലിസ്ത്യരുടെ, ഓപ്ഷൻ ഡി എഫ്രായിംകാരുടെ. ശരിയുത്തരം ഓപ്ഷൻ സി ഫിലിസ്ത്യരുടെ. ചോദ്യം 3. തന്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് എത്ര വർഷമാണ് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 60. ശരിയുത്തരം ഓപ്ഷൻ സി 40. ചോദ്യം 4. മനോവയുടെ ഗോത്രം ഏത്? ഓപ്ഷൻ എ ഗിലെയാദ്, ഓപ്ഷൻ ബി ദാൻ, ഓപ്ഷൻ സി ഷിമയോൻ, ഓപ്ഷൻ ഡി എഫ്രായിം. ശരിയുത്തരം ഓപ്ഷൻ ബി ദാൻ. ചോദ്യം 5. ആരാണ് മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഓപ്ഷൻ എ ദൈവത്തിന്റെ ദൂതൻ, ഓപ്ഷൻ ബി ദൈവദൂതൻ, ഓപ്ഷൻ സി കർത്താവിന്റെ ദൂതൻ, ഓപ്ഷൻ ഡി കർത്താവ്. ശരിയുത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ ദൂതൻ. ചോദ്യം 6. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് എത്ര പ്രാവശ്യം കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 3. ശരിയുത്തരം ഓപ്ഷൻ എ 2. ചോദ്യം 7. എപ്പോൾ മുതൽ അവൻ നാസിർ വ്രതക്കാരനായിരിക്കും എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? ഓപ്ഷൻ എ ഇപ്പോൾ മുതൽ, ഓപ്ഷൻ ബി ജനനം മുതൽ, ഓപ്ഷൻ സി പ്രായപൂർത്തിയാകുമ്പോൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി ജനനം മുതൽ. ചോദ്യം 8. പുത്രൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ആരെ വിടുവിക്കാൻ ആരംഭിക്കും എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? ഓപ്ഷൻ എ ഇസ്രായേലിനെ, ഓപ്ഷൻ ബി ഇസ്രായേൽ ജനത്തെ, ഓപ്ഷൻ സി കർത്താവിന്റെ ജനത്തെ, ഓപ്ഷൻ ഡി സ്വന്തം ജനത്തെ. ശരിയുത്തരം ഓപ്ഷൻ എ ഇസ്രായേലിനെ. ചോദ്യം 9. തന്റെ അടുത്ത് വന്ന് ദൈവപുരുഷന്റെ മുഖം എപ്രകാരമുള്ളതായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ അവനോട് പറയുന്നത്? ഓപ്ഷൻ എ ഭയപ്പെടുത്തുന്നത്, ഓപ്ഷൻ ബി ചൈതന്യമുള്ളത്, ഓപ്ഷൻ സി ദൈവദൂതന്റേത് പോലെ, ഓപ്ഷൻ ഡി ശോഭയുള്ളത്. ശരിയുത്തരം ഓപ്ഷൻ സി ദൈവദൂതന്റേത് പോലെ. ചോദ്യം 10. തന്റെ അടുത്ത് വന്ന ദൈവപുരുഷനോട് താൻ എന്ത് ചോദിച്ചില്ല എന്നാണ് മനോവയുടെ ഭാര്യ അവനോട് പറയുന്നത്? ഓപ്ഷൻ എ നിന്റെ പേരെന്ത്, ഓപ്ഷൻ ബി ആരാണ് നിന്നെ അയച്ചത്, ഓപ്ഷൻ സി ഞാൻ പ്രായം കവിഞ്ഞവളാണ്, ഓപ്ഷൻ ഡി എവിടെ നിന്ന് വന്നുവെന്ന്. ശരിയുത്തരം ഓപ്ഷൻ ഡി എവിടെ നിന്ന് വരുന്നുവെന്ന്. ചോദ്യം 11. ആരെ ഞങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും അയക്കണമേ എന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻ എ കർത്താവിന്റെ ദൂതൻ, ഓപ്ഷൻ ബി ദൈവദൂതനെ, ഓപ്ഷൻ സി ദൈവപുരുഷനെ, ഓപ്ഷൻ ഡി കർത്താവ് അയച്ച ദൈവപുരുഷനെ. ശരിയുത്തരം ഓപ്ഷൻ ഡി കർത്താവ് അയച്ച ദൈവപുരുഷനെ. ചോദ്യം 12. എവിടെ ആയിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നത്? ഓപ്ഷൻ എ വീട്ടിൽ, ഓപ്ഷൻ ബി വയലിൽ, ഓപ്ഷൻ സി ദേവാലയത്തിൽ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി വയലിൽ. ചോദ്യം 13. ഇവളോട് സംസാരിച്ചവൻ നീയോ എന്ന് മനോവ ചോദിച്ചപ്പോൾ ദൈവദൂതൻ പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ ഞാൻ തന്നെ, ഓപ്ഷൻ ബി അതെ, ഓപ്ഷൻ സി അതെ ഞാൻ തന്നെ, ഓപ്ഷൻ ഡി ഇവളോട് സംസാരിച്ചവൻ ഞാൻ തന്നെ. ശരിയുത്തരം ഓപ്ഷൻ എ ഞാൻ തന്നെ. ചോദ്യം 14. ആരുടെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം എന്നാണ് മനോവ ദൈവദൂതനോട് ചോദിക്കുന്നത്? ഓപ്ഷൻ എ പുത്രന്റെ, ഓപ്ഷൻ ബി ബാലന്റെ, ഓപ്ഷൻ സി ഭാര്യയുടെ, ഓപ്ഷൻ ഡി കുട്ടിയുടെ. ശരിയുത്തരം ഓപ്ഷൻ ബി ബാലന്റെ. ചോദ്യം 15. എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന് എന്ന് കർത്താവിന്റെ ദൂതൻ ചോദിച്ചപ്പോൾ മനോവ കൊണ്ടുവന്നത് ആരെ? ഓപ്ഷൻ എ ആട്ടിൻകുട്ടിയെ, ഓപ്ഷൻ ബി കഴുതക്കുട്ടിയെ, ഓപ്ഷൻ സി കാളക്കുട്ടിയെ, ഓപ്ഷൻ ഡി ചെമ്മരിയാടിനെ. ശരിയുത്തരം ഓപ്ഷൻ എ ആട്ടിൻകുട്ടിയെ.